ॐ सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां। श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करं। शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नमः। ॐ नमो ब्रह्मादिभ्यो ब्रह्मविद्या संवृताय कर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि। हरिः ओम्। ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ॐ शान्ति शान्ति शान्तिः। हरिः ओम्। श्रीगुरुभ्यो नमः। हरिः ओम्. എല്ലാ സാധകർക്കും പ്രണാമം. ഹരി ഓം. ഓം നമോ നാരായണ. അത ശുക്ലയജുർവേദീയ കാണ്വശാഖ ബൃഹദാരണ്യക ഉപനിഷത്ത് പ്രഥമ അധ്യായം ഉപാസനാ പ്രകരണം, ദ്വിതീയ അധ്യായം ബ്രഹ്മവിദ്യാ പ്രകരണം. 2 അധ്യായങ്ങളിലായിക്കൊണ്ട് പ്രഥമ കാണ്ഡം മധുകാണ്ഡം. ഉപാസനകൾ യാജ്ഞവൽക്യ മഹർഷി 6 ബ്രാഹ്മണങ്ങളിലായി പറഞ്ഞു തന്നു. അതിൽ അശ്വമേധയാഗം അല്ലെങ്കിൽ അശ്വബ്രാഹ്മണം, അഗ്നിബ്രാഹ്മണം, ഉദ്ഗീത ബ്രാഹ്മണം, പുരുഷവിധ ബ്രാഹ്മണം, സപ്താന്ന ബ്രാഹ്മണം ഇത്യാദികളിലായിക്കൊണ്ട് നമ്മൾ വിവിധങ്ങളായ ഉപാസനകൾ കണ്ടു. അതിനുശേഷം ദ്വിതീയോധ്യായം ആരംഭിച്ചു. അതിൽ പ്രധാനമായും പഠിച്ചത് നമുക്കൊന്ന് ഒരുമിച്ച് പറയാം. ദ്വിതീയോധ്യായം ബ്രഹ്മവിദ്യാ പ്രകരണം. അജാതശത്രു ബ്രാഹ്മണത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരുന്നത് സത്യസ്യ സത്യം പ്രാണാവൈ സത്യം തേഷാമേഷ സത്യം. ശിശുബ്രാഹ്മണം മൂർത്താമൂർത്ത ബ്രാഹ്മണത്തിൽ പ്രധാനമായും നമ്മൾ പഠിച്ചത് അധ്യാരോപ അപവാദ പ്രക്രിയ, നേതിദേതി, നിഷേധമുഖ, ഉപദേശ വിചാരം. അതിനുശേഷം മൈത്രേയി ബ്രാഹ്മണം. മൈത്രേയി ബ്രാഹ്മണത്തിൽ പ്രധാനമായി പഠിച്ചത് ആത്മനസ്തു കാമായ സർവം പ്രിയം ഭവതി. ആത്മാവാ അരേ ദ്രഷ്ടവ്യഃ ശ്രോതവ്യഃ മന്തവ്യഃ നിധിധ്യാസിതവ്യഃ. ഇത്രയും കാര്യമായിരുന്നു പ്രധാനമായും നമ്മൾ കണ്ടത്. അതിനുശേഷം ദ്വിതീയോധ്യായം പഞ്ചമ ബ്രാഹ്മണം. നമുക്ക് യാജ്ഞവൽക്യ മഹർഷിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് പഠനം തുടരാം. എല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കുക. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. പഞ്ചമ ബ്രാഹ്മണം മധുബ്രാഹ്മണം.
19 മന്ത്രങ്ങളോട് കൂടിയതാണിത്. മധു എന്ന വാക്കിനെ ഇവിടെ യാജ്ഞവൽക്യ മഹർഷി കർമ്മഫലത്തിനോടാണ് ഉപമിക്കുന്നത്. ആ കർമ്മഫലം എന്ന പദത്തിനെ മധു എന്ന വാക്കുകൊണ്ട് ഇവിടെ വിശേഷിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഇതിന് മധുബ്രാഹ്മണം എന്ന പേര്. ഇവിടെ ഗുരുനാഥൻ അഥർവണ മഹർഷിയാണെന്ന് നമ്മൾ കണ്ടു. ശിഷ്യന്മാർ അശ്വിനി കുമാരന്മാർ. അവർക്ക് 2 കാര്യങ്ങളാണ് പ്രധാനമായും ഉപദേശിക്കുന്നത്. ഒന്ന് അപവാദം, ജഗത്ത് മിഥ്യ എന്നതുകൊണ്ട്. രണ്ടാമത് അധ്യാരോപം, സർവാത്മഭാവ വർണ്ണന എന്ന വാക്കുകൊണ്ട്. അപ്പം നമ്മളിപ്പോൾ പഠിക്കുന്ന 1 മുതൽ 15 വരെയുള്ള മന്ത്രങ്ങൾ അധ്യാരോപമാണ്. എന്തായിരുന്നു അത്? സർവാത്മഭാവ വർണ്ണന എന്ന് കണ്ടുകൊണ്ട്. ആ ടേബിൾ എടുക്കുക എല്ലാവരും. നമ്മൾ ആ വരച്ച ടേബിള് നമുക്കതൊന്ന് വേഗം നോക്കിയിട്ട് പോകാം. അതിൽ 1 മുതൽ 14 വരെയുള്ള മന്ത്രങ്ങളിൽ അഥർവണ മഹർഷി അശ്വിനി കുമാരന്മാരോട് പറയുന്നത്, ജഗത്ത് സൃഷ്ടിയുണ്ട്, ആ പരമാത്മാവിനാലാണ് സൃഷ്ടിയെല്ലാം നടക്കപ്പെട്ടത്. അതിൽ പഞ്ചമഹാഭൂതങ്ങളോടുകൂടി സൃഷ്ടിച്ചു. ആ പഞ്ചമഹാഭൂതങ്ങളെ പറഞ്ഞു. അതിനുശേഷം ദേവതകളുടെ സൃഷ്ടി, ആ ദേവതകളുടെ ധർമ്മങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതിനുശേഷം അവസാനം പറഞ്ഞു എല്ലാറ്റിനെയും സൃഷ്ടിച്ച ആ സൃഷ്ടികർത്താവ് പരമാത്മാവാകുന്നു. അപ്പോൾ ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഇതിനെ വെഷ്ടിയായി കണ്ട് ഉപാസിക്ക വേണം എന്ന് പറഞ്ഞു. അതായത് ഈ പഞ്ചമഹാഭൂതം സൃഷ്ടിച്ച അതേ പരമാത്മാവ് തന്നെ നമ്മളുടെ ഓരോ ശരീരത്തിലും കുടികൊള്ളുന്നു പഞ്ചമഹാരൂപത്തിൽ. നമ്മുടെയൊക്കെ ശരീരത്തിൽ ആകാശമുണ്ട്, വായുവുണ്ട്, അഗ്നിയുണ്ട്, ജലമുണ്ട്, പൃഥിവിയുണ്ട്. അല്ലെങ്കിൽ ഈ 5ൻ്റെയും കൂടെ ഒരു രൂപമാണ്, അല്ലെങ്കിൽ ഒരു മറ്റൊരു ഫോമാണ് പഞ്ചമഹാഭൂതങ്ങളുടെ മറ്റൊരു പ്രകൃതമാണ് നമ്മളുടെ എല്ലാവരുടെയും ശരീരം എന്ന് പറഞ്ഞ് വ്യഷ്ടി സമഷ്ടി രൂപത്തിൽ പറഞ്ഞു തന്നു. അതിനുശേഷം ഈ സൃഷ്ടിക്ക് അനന്തരം പരമാത്മാവ് ദേവതകളെ സൃഷ്ടിച്ചു. ദേവതകൾക്ക് ധർമ്മം ആരോപിച്ചു കൊടുത്തു. ആ ധർമ്മങ്ങളെല്ലാം ചെയ്തുകൊണ്ട് നമ്മളുടെ എല്ലാവരുടെയും ശരീരത്തിൽ ആ ദേവതകൾ കുടികൊള്ളുന്നു. കുടികൊള്ളുക മാത്രമല്ല, ധർമ്മം യഥാവിധി അനുഷ്ഠിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇന്ദ്രിയങ്ങളുടെ ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു. എന്തായിരുന്നു അതൊക്കെ? സ്നനയിജ്ഞു പറഞ്ഞു, ആദിത്യൻ പറഞ്ഞു, ദിശം പറഞ്ഞു, മനസ്സിൻ്റെ ഉദാഹരണമായി ചന്ദ്രനെ പറഞ്ഞു. ഈ ഇത്യാദി ഉപലക്ഷണങ്ങളിലൂടെ പറഞ്ഞു. ഇതിൽ പറയാത്തതുകൊണ്ട് അനേകം ദേവതകൾ 10 ഇന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയ ജ്ഞാനേന്ദ്രിയങ്ങളായി വിഭജിച്ചിരിക്കുന്ന ദശേന്ദ്രിയങ്ങളെയും സംരക്ഷിച്ചുകൊണ്ട് ദേവതകൾ യഥാവിധി ധർമ്മം അനുഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞു നമ്മൾ 14 മന്ത്രം. അവസാനം ഈശ്വരനാണ് ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത്, ഇതിൻ്റെയൊക്കെ സൃഷ്ടികർത്താവ് ഈശ്വരനാണെന്ന് പറഞ്ഞ് 14 മന്ത്രങ്ങൾ അവസാനിപ്പിച്ചിരുന്നു. എല്ലാവരും ഒരുമിച്ച് യാത്ര ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തതിലേക്ക് പോകാം. 15ാമത്തെ മന്ത്രം. സവാ അയം ആത്മാ സർവേഷാം ഭൂതാനാം അധിപതിഃ സർവേഷാം ഭൂതാനാം രാജാ തത് യഥാ രഥനാഭൗ ച രഥനേമൗ ച അരാഹ സർവേ സമർപ്പിതാഃ ഏവം ഏവ അസ്മിൻ ആത്മനി സർവാണി ഭൂതാനി സർവേ ദേവാഃ സർവേ ലോകാഃ സർവേ പ്രാണാഃ സർവ ഏതത് ആത്മനഃ സമർപ്പിതാഃ. നമുക്ക് ഒരുമിച്ച് പാരായണം ചെയ്യാം. മധുബ്രാഹ്മണം, പഞ്ചമബ്രാഹ്മണം, 15ാം മന്ത്രം. സവാ അയമാത്മാ സർവേഷാം ഭൂതാനാം അധിപതിഃ സർവേഷാം ഭൂതാനാം രാജാ തത് യഥാ രഥനാഭൗ ച രഥനേമൗ ച അരാഹ സർവേ സമർപ്പിതാഃ ഏവമേവ അസ്മിൻ ആത്മനി സർവാണി ഭൂതാനി സർവേ ദേവാഃ
സർവേ ലോകാഃ സർവേ പ്രാണാഃ സർവ ഏതത് ആത്മനഃ സമർപ്പിതാഃ. ഒന്നുകൂടെ ചൊല്ലാം. സവാ അയമാത്മാ സർവേഷാം ഭൂതാനാം അധിപതിഃ സർവേഷാം ഭൂതാനാം രാജാ തദ് യഥാ രഥനാഭൗ ച രഥനേമൗ ച അരാഃ സർവേ സമർപ്പിതാഃ. ഏവമേവ അസ്മിന്നാത്മനി സർവാണി ഭൂതാനി സർവേ ദേവാഃ സർവേ ലോകാഃ സർവേ പ്രാണാഃ സർവ ഏത ആത്മനഃ സമർപ്പിതാഃ. 15ാമത്തെ മന്ത്രത്തിൽ അധ്യാരോപം അവസാനിക്കുകയാണ്. നമ്മൾ അതിൻ്റെ ഹെഡിങ് എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും. ഇല്ലെങ്കിൽ ഒന്നുകൂടെ പറയാം. സർവാത്മഭാവമേവ സർവാത്മജ്ഞാനം സർവാത്മജ്ഞാനമേവ മോക്ഷഃ. അതാണ് യാജ്ഞവൽക്യ മഹർഷി നമ്മളോട് പറയുന്നത്, അല്ലെങ്കിൽ അഥർവണ മഹർഷി അശ്വിനി കുമാരന്മാരോടായിക്കൊണ്ട് പറയുന്നത്. ആർക്കാണോ സർവാത്മഭാവം ഉണ്ടാകുന്നത്, സർവാത്മഭാവം എങ്ങനെ ഉണ്ടാകും? എല്ലാവരിലും കുടികൊള്ളുന്നത് ആ തേജോമയനും അമൃതമയനുമായ ആ പരമാത്മാവാണെന്നുള്ള അറിവ്, ആ ഭാവം ആർക്കുണ്ടാകുന്നു അതാണ് സർവാത്മജ്ഞാനം, അതാണ് പരാവിദ്യ, അതാണ് ഏറ്റവും വലിയ അറിവ് അല്ലേ? അതിൽ കൂടുതൽ ഒരു അറിവ് കിട്ടാനില്ല. അതുകൊണ്ടാണ് അതിനെ സർവാത്മജ്ഞാനം എന്ന് പറയുന്നത്. അത് തന്നെയാണ് മോക്ഷം അല്ലേ? ആർക്കാണോ എല്ലാറ്റിലും ഒരു അണു മുതൽ എന്തൊക്കെ സർവചരാചരങ്ങളുണ്ടോ അതിലെല്ലാം ഭേദബുദ്ധി ഇല്ലാതെ ഒരുപോലെ കാണാൻ, എപ്പോഴും സദാ ഒരുപോലെ കാണാൻ ആർക്ക് സാധിക്കുന്നു അവർക്ക് മുക്തി എന്നത് ലഭ്യമാണ്. അതിനുള്ള ഉപായങ്ങളാണ് ഉദാഹരണങ്ങളിലൂടെ യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു തന്നത്. അത് അവസാനിപ്പിക്കുകയാണ്. ഈ 15ാമത്തെ മന്ത്രത്തിൻ്റെ ഒരു സമ്മറി നിങ്ങൾ എഴുതിക്കോളൂ, ഞാൻ മലയാളത്തിൽ പറഞ്ഞു തരാം. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം, ഇപ്പം സർവാത്മഭാവമേവ സർവാത്മജ്ഞാനം സർവാത്മജ്ഞാനമേവ മോക്ഷഃ എന്ന് എഴുതിയില്ലേ? ഇനി അതിൻ്റെ നമുക്ക് എഴുതാം. എഴുതിക്കോളൂ. ഏതൊരു സാധകനാണോ 1 മുതൽ 14 വരെയുള്ള 1 to 14 1 മുതൽ 16 വരെയുള്ള മന്ത്രങ്ങളിൽ ഏതൊരു സാധകനാണോ 1 മുതൽ 14 വരെയുള്ള മന്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, ഞാൻ ഭാഷ്യത്തിൻ്റെ ട്രാൻസ്ലേഷനാണ് പറയുന്നത്. ഏതൊരു സാധകനാണോ 1 മുതൽ 14 വരെയുള്ള മന്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള സാധനകളിലൂടെ ബ്രാക്കറ്റിൽ എഴുതുക. ഇനി ആ സാധനകൾ പറയാം. സാധനകളിലൂടെ എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റ് ഇടുക. സമഷ്ടി മുഴുവനും, സമഷ്ടി എന്ന് പറഞ്ഞാൽ എന്താ? പ്രപഞ്ചം മുഴുവൻ, അതാണ്. സമഷ്ടി മുഴുവനും വ്യാപിച്ചിരിക്കുന്ന തേജോമയനും സമഷ്ടി മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന തേജോമയനും അമൃതമയനും സമഷ്ടി മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന തേജോമയനും അമൃതമയനുമായ പരമാത്മാവ് തന്നെയാണ്. സമഷ്ടി മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന തേജോമയനും അമൃതമയനുമായ പരമാത്മാവ് തന്നെയാണ് തൻ്റെ കർമ്മഫലമനുസരിച്ച്, തൻ്റെ എന്ന് വെച്ചാൽ അവനവൻ്റെ, തൻ്റെ കർമ്മഫലമനുസരിച്ച്
തൻ്റെ കർമ്മഫലമനുസരിച്ച് ജന്മമെടുക്കുന്ന തൻ്റെ കർമ്മഫലമനുസരിച്ച് ജന്മമെടുക്കുന്ന ഓരോ വെഷ്ടി ജീവാത്മാക്കളിലും വ്യാപിച്ചിരിക്കുന്നത്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഒന്നുകൂടെ പറയാവേ, എഴുതിയത് ശരിയാണോ എന്ന് റീചെക്ക് ചെയ്യുക. ഏതൊരു സാധകനാണോ 1 മുതൽ 14 വരെയുള്ള മന്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള സാധനകളിലൂടെ, ആ സാധനകൾ എന്തെന്ന് പറയുകയാണ്. സമഷ്ടി മുഴുവൻ ഇത് വായിക്കുമ്പോൾ അത് മനനമാകണം കേട്ടോ. അതുകൊണ്ടാണ് വീണ്ടും വായിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ എഴുതിയതെന്നും കൂടെ ചെക്ക് ചെയ്യുക. സമഷ്ടി മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന തേജോമയനും അമൃതമയനുമായ പരമാത്മ. അത് ഈ മന്ത്രത്തിൽ ആ വിശേഷണം പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമ്മൾ അത് തന്നെ എടുക്കുന്നേ ഉള്ളൂ. പരമാത്മാവ് തേജോമയനും അമൃതമയനും മാത്രമല്ല, എല്ലാം ആണ് അല്ലേ. സർവവ്യാപിയാണ്, നിരഞ്ജനാണ്, നിരാമ, അതറിയാമല്ലോ. അതുകൊണ്ട് ഇത് ഉപലക്ഷണം മാത്രമായിട്ട് 2 നാമങ്ങൾ പറയുന്നു. ആ പരമാത്മാവ് തന്നെയാണ് തൻ്റെ കർമ്മഫലമനുസരിച്ച്, നമ്മളുടെയൊക്കെ കർമ്മഫലമനുസരിച്ച് ഈ ഭൂമിയിൽ ജന്മമെടുക്കുന്ന ഓരോ വെഷ്ടി ജീവാത്മാക്കൾ. വെഷ്ടി എന്ന് വെച്ചാൽ എന്താ? ഇൻഡിവിജ്വൽ, ഓരോ ജീവാത്മാക്കൾ. അപ്പോൾ ഇവിടെ ജീവാത്മാ എന്നതിൽ എല്ലാവരും ഉൾപ്പെടും. മനുഷ്യാദി ജാതി നമ്മൾ കണ്ടില്ലേ, ആ ജാതി മുഴുവൻ ഇവിടെ ഉൾപ്പെടും. അവരിലെല്ലാം വ്യാപിച്ചിരിക്കുന്നത് ഒരേ പരമാത്മ ചൈതന്യമാണ് എന്നതായിരുന്നു സാധന. ഒന്നുകൂടെ പറയാവേ, ശ്രദ്ധിക്കണേ. 1 മുതൽ 14 വരെയുള്ള മന്ത്രങ്ങളിലെ സാധന എന്തായിരുന്നു? ഈ പ്രപഞ്ചം സൃഷ്ടിച്ച അതേ പരമാത്മാവ് തന്നെയാണ് ഓരോ ജീവാത്മാക്കളിലും വ്യാപിച്ചിരിക്കുന്നത്. അതായിരുന്നു സാധന. ഇനി സാധനകളിലൂടെ എന്ന് നമ്മൾ എഴുതിയില്ലേ, എന്നിട്ട് ബ്രാക്കറ്റിൽ സാധന എഴുതി, അതിന് ശേഷം ബാക്കി എഴുതിക്കോളൂ. സാധനകളിലൂടെ കടന്നുപോയി സർവാത്മഭാവത്തിൽ എത്തിച്ചേരുന്നത്. ഫുൾ സ്റ്റോപ്പ്. സർവാത്മഭാവത്തിൽ എത്തിച്ചേരുന്നത്. ഇനി ഫുൾ സ്റ്റോപ്പ്. അത് കഴിഞ്ഞ് അടുത്ത പാരഗ്രാഫായിട്ടോ അല്ലെ അടുത്ത സെൻറ്റൻസ് ആയിട്ടോ എഴുതുക. അല്ല, അടുത്ത പാരഗ്രാഫ് തന്നെ എഴുതിക്കോ, അതാണ് കുറച്ചുകൂടെ നല്ലത്. അടുത്ത ഒരു വരി വിട്ടിട്ട് അടുത്ത വരിയിൽ എഴുതുക. ആ സർവാത്മഭാവത്തിൽ എത്തിച്ചേരുന്ന സാധകനെ, ആ സർവാത്മഭാവത്തിൽ എത്തിച്ചേരുന്ന സാധകനെ 15ാം മന്ത്രത്തിൽ ഇവിടെ ജ്ഞാനി എന്ന് വിശേഷിപ്പിക്കുന്നു. 15ാം മന്ത്രത്തിൽ ജ്ഞാനി എന്ന് വിശേഷിപ്പിക്കുന്നു. ആ ജ്ഞാനിയുടെ അവസ്ഥയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. 15ാം മന്ത്രത്തിൽ ജ്ഞാനി എന്ന് വിശേഷിപ്പിക്കുന്നു. ആ ജ്ഞാനിയുടെ അവസ്ഥയാണ്, അവസ്ഥ എന്ന് വെച്ചാൽ നില. ഈ സാധനകളെല്ലാം ചെയ്ത് എത്തിപ്പെടുന്ന ആ നില, അതാണ് അവസ്ഥ എന്ന് പറയുന്നത്. നമ്മൾ മലയാളത്തിലുള്ള ഗതി, അയ്യോ എനിക്ക് ഈ അവസ്ഥ വന്നല്ലോ, ആ അർത്ഥം എടുക്കരുത്. ജ്ഞാനി എത്തിച്ചേരുന്ന ആ നിലയെ, ആ അവസ്ഥ, ആ സ്റ്റേജ് എന്ന് പറയില്ല നമ്മൾ, അതിനെയാണ് ഇവിടെ അവസ്ഥ എന്ന് പറയുന്നത്. ആ ജ്ഞാനിയുടെ അവസ്ഥയെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ 15ാം മന്ത്രത്തിൽ
വർണ്ണിക്കുന്നത്. എഴുതിയെന്ന് വിചാരിക്കുന്നു. എഴുതുന്നുണ്ടോ എല്ലാവരും? ശിവനാരായണ സാധനകളിലൂടെ കടന്നുപോയി സർവാത്മഭാവത്തിൽ എത്തിച്ചേരും. അമ്മ, ഞാൻ ഒരു കാര്യം ചെയ്യും, ക്ലാസ് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് ഇംഗ്ലീഷിൽ അയച്ചു തരാം. മലയാളം അറിയില്ല അവർക്ക്, അതുകൊണ്ടാണ്. ഹരി ഓം അമ്മ. ശിവനാരായണൻജി വായിക്കൂ. ശിവനാരായണനുണ്ടോ ബോംബെ? മൈക്ക് ഓൺ ചെയ്യൂ. എല്ലാവരും കൂടെ വായിക്കണം കേട്ടോ. എഴുതിയത് ശരിയാണോ എന്ന് നോക്കുക. ആ 1 മുതൽ 14 വർഷം മന്ത്രങ്ങളെ പറഞ്ഞിട്ടുള്ളത് പോലെയുള്ള ശാസ്ത്രങ്ങളിലും അമൃതമായ പരമാത്മാവാണ് തന്റെ കർമ്മപദം അനുസരിച്ച് ജന്മമെടുപ്പവും തിരുക്കുന്ന ഓരോ വ്യക്തി ആത്മാക്കളിലും വ്യാപിച്ചിരിക്കുന്നത്. കടന്നുപോയി സർവാത്മഭാവത്തിൽ എത്തിച്ചേരുന്നു. ആ സർവാത്മഭാവത്തിൽ എത്തിച്ചേരുന്ന സാധനങ്ങൾ 15ാം മന്ത്രത്തിൽ ജ്ഞാനി എന്നും വിശേഷിപ്പിക്കുന്നു. ആ ജ്ഞാനിയുടെ അവസ്ഥയിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 15ാം മന്ത്രം. വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാവരും എഴുതിയെന്ന് വിചാരിക്കുന്നു അല്ലേ? ഇനിയും പറയണ്ടല്ലോ. ഇനി നമുക്ക് മന്ത്രത്തിലേക്ക് മടങ്ങി വരാം അല്ലേ? എല്ലാവരും എഴുതിയല്ലോ അല്ലേ? ഇനി മന്ത്രത്തിലേക്ക് മടങ്ങി വരാം. സവാ അയമാത്മാ സർവേഷാം ഭൂതാനാം അധിപതി. അതായത് നമ്മൾ ഇപ്പോൾ എഴുതിയ കാര്യം ഒന്നും കൂടെ ഓർക്കാം. എന്താണ് അഥർവണ മഹർഷി അശ്വിനികുമാരന്മാരോട് പറയുന്നത്? അദ്ദേഹം 14 മന്ത്രങ്ങളിലൂടെ സാധനകൾ അശ്വിനികുമാരന്മാർക്ക് പറഞ്ഞു കൊടുത്തു. എന്തൊരു സാധന? സർവാത്മഭാവം വളർത്തിയെടുക്കണം അധ്യാരോപ പ്രക്രിയയിലൂടെ. അതായത് എല്ലാറ്റിലും ഈശ്വരനെ കാണേണ്ട വഴികൾ സാധനാരൂപത്തിൽ. ശ്രദ്ധിക്കണേ, എല്ലാറ്റിലും ഈശ്വരനെ കാണേണ്ട വഴികൾ സാധനാരൂപത്തിൽ അശ്വിനികുമാരന്മാരോട് ഉപദേശിച്ചു കൊടുത്തു. അപ്പോൾ ഈ സാധനകൾ ആരാണോ നിഷ്ഠയോടുകൂടി അനുഷ്ഠിക്കുന്നത് അവർ സർവാത്മജ്ഞാനത്തിലെത്തും, മോക്ഷത്തിലെത്തും. അവരെ ശാസ്ത്രം എന്ത് വിളിക്കുന്നു? ജ്ഞാനി എന്ന് വിളിക്കുന്നു, അല്ലെ ജീവൻ മുക്തൻ എന്ന് വിളിക്കുന്നു അല്ലേ? ആ ജ്ഞാനിയുടെ നില എന്തെന്ന് പറയുകയാണ്. സവാ അയം, മന്ത്രം ശ്രദ്ധിക്കുക. സവാ അയം ആത്മാ. ഇവിടെ സ എന്ന വാക്കിൻ്റെ അർത്ഥം അവനെന്നാണ്. ഇവിടെ എഴുതിക്കോളൂ, സഹ ജ്ഞാനിഹി എന്ന് വെച്ചാൽ അവനോ അവളെയോ. അവിടെ ലിംഗഭേദമില്ല. ഏതൊരു സാധകനാണോ സാധനയിലൂടെ സർവാത്മഭാവത്തിൽ എത്തുന്നത് ആ സാധകൻ, അവരെ എന്ത് വിളിക്കും? ഇനി സാധകൻ എന്നുള്ള ഐഡന്റിറ്റി പോയി. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ആരാണോ സർവാത്മഭാവത്തിൽ എത്തുന്നത്, എല്ലാറ്റിലും ഈശ്വരനെ കാണുന്നത്, അവർക്ക് പിന്നെ സാധനയൊന്നുമില്ല. സാധന എല്ലാം കഴിഞ്ഞു അവരുടെ. കാരണം അവർക്ക് പിന്നെ ഈശ്വരൻ വേറെയല്ല, സർവ്വജീവചരാചരങ്ങളും വേറെയല്ല. അവരേത് നിലയിലെത്തും? ജ്ഞാനി എന്ന അവസ്ഥയിലെത്തും, അല്ലെ ജീവൻ മുക്തൻ എന്ന അവസ്ഥയിലെത്തും. ആ ജീവൻ മുക്തനെയാണ് ഇവിടെ സവാ എന്ന വാക്കുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ എഴുതിക്കോളൂ, സവാ എന്ന് വെച്ചാൽ ജ്ഞാനി അല്ലെങ്കിൽ ജീവൻ മുക്തൻ. എന്താണ്? അയമാത്മാ സർവേഷാം ഭൂതാനാം അധിപതി എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ തന്നെയാണ് അയം ആത്മാ. ഇവിടെ ആത്മാ എന്ന് വെച്ചാൽ പരമാത്മാ എന്നുള്ള അർത്ഥമാണ്. പരമാത്മാവല്ലാതെ ഞാനും, അയം എന്ന് വെച്ചാൽ ഞാനും, സർവ്വജീവചരാചരങ്ങളിലും പരമാത്മാവല്ലാതെ മറ്റൊന്നുമില്ല. നമ്മളുടെയൊക്കെ രൂപങ്ങൾ വേറെ, ഗണങ്ങൾ വേറെ, ജാതി വേറെ, വർണ്ണം വേറെ,
ഇതൊക്കെ വേറെ ആയിരിക്കും, പക്ഷെ അതിൽ കുടികൊള്ളുന്ന ചൈതന്യം വേറെയല്ല എന്നുള്ള ദൃഢജ്ഞാനത്തിലെത്തുക. അതിനാണ് സാധന പറഞ്ഞത്. ഇപ്പം നമുക്കൊക്കെ ജ്ഞാനമുണ്ട്, എല്ലാറ്റിലും ഈശ്വരനാണെന്നുള്ള അറിവുണ്ട്, പക്ഷേ ആ അറിവ് ദൃഢമാകുമ്പോൾ അവരെന്താകും? അവർ ജ്ഞാനിയാകും. ഒന്നുകൂടെ പറയാം, ആ അറിവ് എല്ലാറ്റിലും പരമാത്മാവ് വ്യാപിച്ചിരിക്കുന്നു എന്നുള്ള അറിവ് ദൃഢമാകുമ്പോൾ അവർ ജ്ഞാനിയാകും, അല്ലെ ജീവൻ മുക്തരാകും. അവർക്ക് പിന്നെ എന്താണ്? എല്ലാറ്റിലും പരമാത്മാവിനെ മാത്രമേ കാണാൻ സാധിക്കൂ. സർവേഷാം ഭൂതാനാം അധിപതി എന്ന് വെച്ചാൽ എന്താ? എന്നിൽ കുടികൊള്ളുന്ന പരമാത്മാവ് തന്നെയാണ് എല്ലാ ഭൂതാനാം സർവേഷാം ഭൂതാനാം, ബഹുവചനം ഉപയോഗിച്ചിരിക്കുകയാണ്. സർവേഷാം എല്ലാ ഭൂതാനാം ജീവചരാചരങ്ങളിലും. ഇവിടെ ഭൂതം എന്ന വാക്കിൻ്റെ അർത്ഥം ജീവചരാചരം, അതായത് ഈ എല്ലാ ലോകത്തിലുമുള്ള ബ്രഹ്മാണ്ഡം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന സർവ ജീവചരാചരങ്ങൾ, അതാണ് ഭൂതാനാം എന്ന് പറയുന്നത്. അതിൽ ഇന്ദ്രാദി ദേവതകൾ വരും, മനുഷ്യാദി ജാതികൾ വരും, അല്ലേ, പശുപക്ഷ്യാദികൾ വരും, സർവ്വതും. അതാണ് ഭൂതാനാം എന്ന വാക്കിന്. എല്ലാ ജീവചരാചരങ്ങളും അധിപതി, അതിൻ്റെയൊക്കെ അധിപതിയായിരിക്കുന്നത്. അധിപതി എന്ന് വെച്ചാൽ എന്തായിരിക്കും? നമ്മൾ സാധാരണ അധിപതി എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ടല്ലേ. ഞാനാണ് എൻ്റെ വീടിൻ്റെ അധിപതി, അല്ലേ, എൻ്റെ ആശ്രമത്തിൻ്റെ അധിപതി, എൻ്റെ കുടിയായുടെ അധിപതി ഞാനാണ്, അല്ലേ അല്ലേ ഇത്ര ധനത്തിൻ്റെ അധിപതിയാണ് ഞാൻ എന്നുള്ള സാധാരണ രീതിയിലുള്ള അർത്ഥങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ അധിപതി എന്ന വാക്കിൻ്റെ അർത്ഥം നിയന്ത എന്നാണ്. എല്ലാറ്റിനെയും സൃഷ്ടിച്ചിരിക്കുന്നത്, അതിനെ പരിപാലിപ്പിക്കുന്നത്, ആ അർത്ഥമാണ് ഇവിടെ അധിപതി. ശ്രദ്ധിക്കണേ, ഇതൊക്കെ മനനത്തിന് വേണ്ടി പറയുകയാണ്, അല്ലേ. എല്ലാ ജീവചരാചരങ്ങളിലും കുടികൊള്ളുന്ന പരമാത്മാവ് ഒന്ന് തന്നെയാണ്. ആ പരമാത്മാവിനെ ഇവിടെ അധിപതി എന്ന് വിളിക്കുന്നു. എന്തിനാണ് അധിപതി എന്ന് വിളിക്കുന്നത്? എല്ലാ ജീവചരാചരങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നത്, അവയെ പരിപാലിക്കുന്നതും ആ പരമാത്മാവായതുകൊണ്ട് എങ്ങനെയൊക്കെ തേജോമയനെന്നും അമൃതമയനെന്നൊക്കെ വിളിച്ചോ അതുപോലെ തന്നെ ഇവിടെ അധിപതി എന്നുള്ള വിശേഷണം കൊടുക്കുകയാണ് അശ്വനികുമാരന്മാരോട് അഥർവണ മഹർഷി. എല്ലാറ്റിൻ്റെയും അധിപതി. അപ്പം ഞാൻ വിചാരിക്കുക എൻ്റെ സ്വത്തിൻ്റെ മുഴുവൻ അധിപതി ഞാനാണ്, അല്ലേ, എൻ്റെ ഇന്ദ്രിയങ്ങളുടെയൊക്കെ അധിപതി ഞാനാണ്, അല്ലേ, ഞാൻ പറയുന്നിടത്താണ് എൻ്റെ ഇന്ദ്രിയങ്ങൾ, എൻ്റെ വീടിൻ്റെ അധിപതി ഞാനാണ്, അല്ലേ. നമുക്ക് എപ്പോഴെങ്കിലും ആ ഭാവമുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനായിട്ടാണ് ഇവിടെ അധിപതി എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്നിൻ്റെ അധിപതി നമ്മൾ ആരുമല്ല, അല്ലേ. നമുക്ക് എവിടെയെങ്കിലും അങ്ങനെ ഒരു അഹംഭാവമുണ്ടെങ്കിൽ അത് മാറ്റൂ. എല്ലാറ്റിൻ്റെയും അധിപതി പരമാത്മാവാണ്. അത് ആർക്കും ജ്ഞാനി അല്ലെങ്കിൽ ജീവൻ മുക്തൻ, ജ്ഞാനി അല്ലെങ്കിൽ ജീവൻ മുക്തൻ. ആ ജീവൻ മുക്തൻ പരമാത്മാവിനെ വിശേഷിപ്പിക്കുകയാണ് അധിപതി എന്ന് പറഞ്ഞുകൊണ്ട്. അതിനുശേഷം പറയുന്നു അടുത്ത വിശേഷണം, സർവേഷാം ഭൂതാനാം രാജ. ആ പരമാത്മാവ് തന്നെയാണ് എല്ലാ ജീവരാശികൾക്കും രാജ ആയിരിക്കുന്നത്. രാജ എന്ന വാക്കിൻ്റെ അർത്ഥം എഴുതിക്കോളൂ. രാജനം ഭാസനാത്. രാജ എന്ന വാക്കിൻ്റെ നിരുക്തം, പരിഭാഷ, എട്ടിമോളജി എഴുതിക്കോളൂ. രാജനം ഭാസനാത്, രാജനം ഭാസനാത് ചൈതന്യ സ്വരൂപഃ. ഭാസനാത്, ഭരണിയുടെ ഭായാണ് കേട്ടോ. രാജനം ഭാസനാത്, ഭാസനാത് ചൈതന്യ സ്വരൂപഃ ഇതി രാജ.
രാജനം ഭാസനാത് ചൈതന്യസ്വരൂപ ഇതി രാജ. അപ്പം അധിപതി എന്ന വാക്കിൻ്റെ അർത്ഥം എന്തായിരുന്നു? നിയന്ത അല്ലേ, അല്ലെങ്കിൽ സൃഷ്ടികർത്ത, സ്ഥിതികർത്ത അല്ലെ സ്ഥിതിപാലക എന്ന അർത്ഥം നമ്മൾ കണ്ടു. 3 അർത്ഥം കണ്ടു. ഒന്ന് അധിപതി എന്ന് വെച്ചാൽ നിയന്ത, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്. സൃഷ്ടികർത്ത രണ്ടാമത്തെ അർത്ഥം, എല്ലാറ്റിനെയും സൃഷ്ടിച്ചിരിക്കുന്നത്. അധിപതി എന്ന വാക്കിൻ്റെ രണ്ടാമത്തെ അർത്ഥം. മൂന്നാമത്തെ അർത്ഥം സ്ഥിതിപാലക, എല്ലാറ്റിനെയും പരിപാലിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളെയൊക്കെ സൃഷ്ടിച്ചതും നമ്മളെയൊക്കെ നിയന്ത്രിക്കുന്നതും നമ്മളെയൊക്കെ പരിപാലിക്കുന്നതും പരമാത്മാവായതുകൊണ്ട് ആ പരമാത്മാവിനെ അധിപതി എന്ന് വിളിച്ചു. എന്തിന്? നമ്മളല്ല ഒന്നിൻ്റെയും അധിപതി എന്ന് നിശ്ചയിച്ച് നമ്മൾ തന്നെ ഉറപ്പിക്കാൻ വേണ്ടി. ഇനി അടുത്തത് വിളിക്കുന്നു, എന്താണ്? സർവേഷാം ഭൂതാനാം രാജ എന്ന് വിളിക്കുന്നു. പരമാത്മാവാണ് എല്ലാ ജീവരാശികൾക്കും രാജാവായിരിക്കുന്നത്. എന്ന് വെച്ചാൽ രാജനം ഭാസനാത് എന്ന് വെച്ചാൽ, രാജനം ഭാസനാത് എന്ന് വെച്ചാൽ ടു ഷൈൻ എന്നാണ് അർത്ഥം. എല്ലാറ്റിലും പ്രകാശമയനായിരിക്കുന്നത്. അതാണ് ഭാസിക്കുക എന്ന് വെച്ചാൽ പ്രകാശിപ്പിക്കുക അല്ലേ. ഭാസനാത് എന്ന് വെച്ചാൽ ടു ഷൈൻ. പരമാത്മാവാണ് രാജനം ഭാസനാത് ചൈതന്യ സ്വരൂപ എന്ന് വെച്ചാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ആ പരമാത്മാവിനെ രാജ എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ട് രാജ എന്ന് വിളിക്കുന്നു? പരമാത്മാവ് ചൈതന്യ സ്വരൂപത്തിൽ എല്ലാ ജീവരാശികളിലും പ്രകാശിക്കുന്നതിനാൽ. ഒന്നുകൂടെ പറയാം, എന്തുകൊണ്ട് രാജ എന്ന് വിളിക്കുന്നു? പരമാത്മാവ് ചൈതന്യ സ്വരൂപത്തിൽ എല്ലാ ജീവരാശികളിലും പ്രകാശിക്കുന്നതിനാൽ, അതുകൊണ്ട് രാജ എന്ന് വിളിക്കുന്നു അല്ലേ. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? അപ്പം ആ ജീവൻ മുക്തൻ ജ്ഞാനി മനസ്സിലാക്കും. എങ്ങനെ അയാൾ ജ്ഞാനിയായി? സാധനയിലൂടെ ജ്ഞാനിയായി. ആ ജ്ഞാനി പറയുകയാണ്, ജ്ഞാനിയുടെ വാക്കുകളാണിത്, പരമാത്മാവാണ് എല്ലാറ്റിൻ്റെയും അധിപതി, പരമാത്മാവാണ് എല്ലാറ്റിൻ്റെയും രാജ എന്ന് വിശേഷിപ്പിക്കുകയാണ്. ജ്ഞാനിയുടെ വാക്കുകളാണ്. സാധാരണ രാജ എന്ന് വെച്ചാൽ എന്താ നമ്മൾ വ്യവഹാര അർത്ഥത്തിൽ കാണുന്നത്? രാജാവെന്ന് വെച്ചാൽ അല്ലേ, കുറേ ആളുകളെ നിയന്ത്രിക്കുന്നവൻ അല്ലേ. അയാൾക്ക് ഒരുപാട് സ്വത്തുണ്ടാകും അല്ലേ, പത്നിമാരുണ്ടാകും, ഒരുപാട് രാജ്യങ്ങളുണ്ടാകും, മന്ത്രിമാരുണ്ടാകും, സേവകരുണ്ടാകും, ഭൃത്യന്മാരുണ്ടാകും, ഭടന്മാരുണ്ടാകും അല്ലേ. അയാൾ ക്ഷത്രിയനായിരിക്കും. അങ്ങനെയൊക്കെ കഴിഞ്ഞ് അയാൾ ഒരു കാലത്ത് രാജാവാകും. എന്നിട്ട് അയാൾ എല്ലാവരെയും ഭരിക്കും അല്ലേ. സാധാരണ രാജ എന്ന വാക്കിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഭരണകർത്ത എന്നാണ്. ആ അർത്ഥമേ അല്ല ഇവിടെ. ഉപനിഷത്ത് രാജ എന്ന് വിളിക്കുന്നത് ഒരാളേ ഉള്ളൂ, അത് പരമാത്മാവിനെയാണ് അല്ലേ. അല്ലേ ഒരാൾ തന്നെയേ ഉള്ളൂ രാജാവായിട്ടുള്ളതും. അതാരാണ്? പരമാത്മാവാകുന്നത്. എന്തുകൊണ്ട് രാജ എന്ന് വിളിക്കുന്നു? പരമാത്മാവാണ് എല്ലാ ജീവരാശികളിലും ചൈതന്യ രൂപത്തിൽ പ്രകാശിക്കുന്നത്. അതുകൊണ്ട് രാജ എന്ന വിശേഷണം, അതിസംബോധന ഇവിടെ കൊടുക്കുകയാണ്. ആര് വിളിക്കുന്നു? ജീവൻ മുക്തൻ വിളിക്കുകയാണ്. അല്ലെ, ജീവൻ മുക്തൻ കാണുകയാണ് എല്ലാറ്റിനും അധിപതി ഒരാളേ ഉള്ളൂ, ആ അധിപതിയെ രാജാവെന്ന് വിളിക്കുന്നു. അതാണ് രാജനം ഭാസനാത് ചൈതന്യ സ്വരൂപ ഇതി രാജ. തദ് യഥാ, അടുത്ത വാക്ക് തദ് യഥാ രഥനാഭൗ ച രഥനേമൗ ച അരാഹ. തതെന്ന് വെച്ചാൽ ഈ വിധം, അതായത് ഏതു വിധം? മുമ്പ് പറഞ്ഞ വിശേഷണങ്ങളെല്ലാം പറഞ്ഞിട്ട് അത് തുടരുകയാണ്. ജീവൻ മുക്തന്റെ അവസ്ഥ അല്ലെ, ജീവൻ മുക്തൻ നമ്മളോട് സംസാരിക്കുകയാണ്. ഞാൻ സാധനയിലൂടെ ഞാൻ എത്തിപ്പെട്ട ഈ നിലയിലാണ്, എല്ലാറ്റിലും എനിക്ക് ഈശ്വര ദർശനം മാത്രമേ ഉള്ളൂ, അതിൽ കവിഞ്ഞ് ഞാൻ ഒന്നിനെയും കാണുന്നില്ല എന്ന് ജീവൻ മുക്തൻ നമ്മളോടൊക്കെ പറയുകയാണ്. ഇതിൽ കൂടുതൽ ഒരു ആനന്ദം എനിക്കില്ല. എന്നിട്ട് പറയുന്നു, ഉദാഹരണത്തിലൂടെ പറയുന്നു. യഥാ, യഥാന്ന് വെച്ചാൽ ഏതു വിധമാണോ, ഉദാഹരണം പറയണം. ഇനി യഥാ ദൃഷ്ടാന്തേന്നാണ്.
യഥാ ദൃഷ്ടാന്തേ. ഞാൻ ഇനി ദൃഷ്ടാന്തം പറയാൻ പോവുകയാണ്. എന്ത്? രഥനാഭൗ ച രഥനേമൗ ച അരാഹ. ഉദാഹരണം എന്താണ്? രഥചക്രത്തിൻ്റെ നമ്മൾ പലയിടത്ത് കണ്ടതാണ്, എഴുതിക്കോളൂ. ഇത് എവിടെയൊക്കെ നമ്മൾ പഠിച്ചത്? ഒന്ന് കഠോപനിഷത്ത് 1.3.4 1.3.3 and 4 കഠോപനിഷത്ത്, കൃഷ്ണയജുർവേദം. അടുത്തത് മുണ്ടകോപനിഷത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മുണ്ടകം അഥർവണവേദം. മുണ്ടകം 2.2.6 മുണ്ടകോപനിഷത്ത് 2.2.6 2.2.6 മുണ്ടകോപനിഷത്ത് 2.2.6. ഏത്? ഈ രഥനാഭിയുടെ ഉദാഹരണം. അടുത്തത് പ്രശ്നോപനിഷത്ത്. പ്രശ്നോപനിഷത്തും അഥർവണവേദമാണ്. പ്രശ്നോപനിഷത്ത് 2.6 രണ്ടാം പ്രശ്നം 6-ാം മന്ത്രം 2.6 പ്രശ്നോപനിഷത്ത് 2.6. അരാ ഇവ രഥനാഭോ പ്രാണേ സർവം പ്രതിഷ്ഠിതം എന്ന് പറഞ്ഞുകൊണ്ടുള്ള മന്ത്രം. മുണ്ടകത്തിലും രഥനാഭിയുടെ ഉദാഹരണം കഠോപനിഷത്തിലും വന്നിരിക്കുന്നു. അത് തന്നെ ഇവിടെ ബൃഹദാരണ്യത്തിലും അഥർവണ മഹർഷി അശ്വിനികുമാരന്മാരോട് പറയുകയാണ്, എങ്ങനെയാണ് ജ്ഞാനി കാണുന്നതെന്ന്. എങ്ങനെയാണോ ഒരു രഥത്തിൻ്റെ ആരക്കാലുകൾ ആ രഥനാഭിയിൽ, രഥനാഭി ഇവിടെ നാഭി എന്ന വാക്കുകൊണ്ട് ആത്മാ അല്ലെ ബ്രഹ്മനെയാണ് ഇവിടെ പറയുന്നത്. ഹബ്ബ് അല്ലെ, നാഭി എന്നാൽ ഹബ്ബ്. ആ രഥത്തിൻ്റെ ആരക്കാലുകളെല്ലാം കൂടി അതിൻ്റെ ആ കേന്ദ്രബിന്ദു, ഹബ്ബെന്ന് വെച്ചാൽ ആ സെൻട്രൽ പോയിന്റ് എന്നാണ് അർത്ഥം. ആ നാഭി എന്ന വാക്കിന് പരമാത്മാവാണ് സർവ ജീവരാശികളുടെയും കേന്ദ്രബിന്ദു. അവിടെ നിന്നാണ് ഈ ബ്രഹ്മാണ്ടം മുഴുവനുള്ളത്. അതിൽ കുടികൊള്ളുന്ന ജീവരാശികളൊക്കെ നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് നിയന്ത എന്ന വാക്ക് നമ്മൾ അധിപതിക്ക് എടുത്തത്. അല്ലേ? മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? 14 ലോകങ്ങളെയും ആരക്കാലുകളായിട്ട് എടുക്കുക, മനസ്സിൽ ഭാവന ചെയ്യുക. ആ 14 ആരക്കാലുകൾ എവിടേക്കാ, കേന്ദ്രബിന്ദു എവിടേക്കാ ചെല്ലുന്നത്? പരമാത്മാവിലേക്ക് അല്ലേ? ആ ലോകങ്ങളിലൊക്കെ സർവജീവരാശികൾ, അതിൻ്റെയൊക്കെ ആധാരം ആരാണ്? പരമാത്മാ. അതാണ് രഥനാഭൗ ച രഥനേമേ ച അരാഹ എന്ന് വെച്ചാൽ എന്താണ്? അരാഹ എന്ന് വെച്ചാൽ ആരക്കാലുകൾ. ആ രഥത്തിലെ ആ ആരക്കാലുകളൊക്കെ ഏതിലേക്ക് പോകുന്നു? രഥനാഭൗ, ആ നാഭിയിലേക്കാണ് കണക്റ്റായിരിക്കുന്നത് എന്ന് പറയും. അതുപോലെ സർവം സമർപ്പിതാഹ ഏവമേവ അസ്മിൻ ആത്മനി. സർവം സമർപ്പിതാഹ, അതായത് ഈ ആരക്കാലുകൾ മുഴുവൻ. അല്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ രഥത്തിൻ്റെ ചക്രം? പണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ കാളവണ്ടി ഉണ്ടായിരുന്നു. ഇപ്പം അതൊന്നും കാണാനില്ല. തമിഴ്നാട്ടിലൊക്കെ പോയാൽ കാണാം, ഇപ്പോഴും കാണാം. ഈ കാളവണ്ടിയിൽ അല്ലേ, അതിൽ ആ 14 ആ ആരക്കാലുകൾ ചിന്തിക്കുക. അതായത് 14 ലോകങ്ങൾ. ആ ലോകങ്ങളിലൊക്കെ സർവജീവരാശികളും സർവേ സമർപ്പിതാഹ, അത് മുഴുവൻ സമർപ്പിതമായിരിക്കുന്നത്, അവയെല്ലാം കൂടിച്ചേരുന്നത് എവിടെ? ആ നാഭിയിലാണ്. അല്ലേ? അതിൽ ചെറിയൊരു ഇങ്ങനെ മണിയൊക്കെ കെട്ടിയിട്ടിരിക്കുന്ന കാണാം. അപ്പം ഇങ്ങനെ ഇത് നടക്കുമ്പോൾ അല്ലേ, കുതിരയോ കാളയോ ഇതിങ്ങനെ നടക്കുമ്പോൾ ഇതിങ്ങനെ കിലുങ്ങുന്ന ശബ്ദം കേൾക്കാം നമുക്കല്ലേ. അപ്പോൾ ആ രഥനാഭി, ആ നാഭിയിലേക്കാണ് എല്ലാം സമർപ്പിതമായിരിക്കുന്നത്. ഇവിടെ നാഭി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേന്ദ്രബിന്ദു, എല്ലാറ്റിൻ്റെയും ഒറിജിൻ എവിടെ നിന്ന് ആരംഭിക്കുന്നു? പരമാത്മാവിൽ നിന്ന്. അത് ഇവിടെ പറയുന്നു. സർവം സമർപ്പിതാഹ ഏവം ഏവ അസ്മിൻ ആത്മനി. ഇവയെല്ലാം എവിടെയാണ്? അസ്മിൻ ആത്മനി, പരമാത്മനി. ആത്മനി എന്ന് വെച്ചാൽ പരമാത്മാവിൽ. സർവ ജീവരാശികളും
എന്നിൽ കുടികൊള്ളുന്ന അതേ പരമാത്മാവ് തന്നെയാണ് സർവ്വജീവരാശികളും കുടികൊള്ളുന്നത് എന്ന് ഞാനിവിടെ പറയുകയാണ്. ഒന്നുകൂടെ പറയാം. എങ്ങനെയാണോ രഥനാഭിയിൽ രഥത്തിൻ്റെ ചക്രം ആരക്കാലുകൾ സമർപ്പിതമായിരിക്കുന്നത്, രഥനാഭി പോയാൽ പിന്നെ രഥചക്രം പോയി അല്ലേ? നമുക്ക് ആ കഥയൊക്കെ അറിയാം രാമായണത്തിൽ അല്ലേ? അതുകൊണ്ടുണ്ടായ കോലാഹലങ്ങളും നമുക്കറിയാം. അപ്പോൾ ആ രഥനാഭി പോയാൽ പിന്നെ ചക്രം ഉരുളില്ല. അപ്പോൾ അതുപോലെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയുള്ള പാർട്ടാണ് ആ രഥത്തിന് നാഭി. അതുപോലെ തന്നെ ഇവിടെ രഥനാഭിയോട് ഉപമിക്കുന്നത് പരമാത്മാവിനെയാണ്. പരമാത്മാവാണ് എല്ലാറ്റിനും നാഭിയായിരിക്കുന്നത്, കേന്ദ്രബിന്ദുവായിരിക്കുന്നത്. അതിനാലാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ആ കേന്ദ്രബിന്ദുവിനെ ഇവിടെ ജീവൻ മുക്തൻ രാജാന്നും അധിപതി എന്നൊക്കെ വിളിക്കുന്നു. ആ പരമാത്മാവാണ് എന്നിലും സമർപ്പിതമായിരിക്കുന്നത്, സർവ്വജീവരാശികളിലും സമർപ്പിതമായിരിക്കുന്നു എന്ന് ജ്ഞാനി ഇവിടെ പറയുകയാണ്. സാധനകളിലൂടെ സർവാത്മഭാവത്തിലെത്തിയ ജ്ഞാനി ഇവിടെ നമ്മളോട് സംസാരിക്കുകയാണ്. ഏവമേവ ആത്മനി അസ്മിൻ ആത്മനി സമർപ്പിത, എൻ്റെ ആ ആത്മാവിൽ കുടികൊള്ളുന്ന അതേ പരമാത്മ ചൈതന്യമാണ് എല്ലാറ്റിലും സമർപ്പിതമായിരിക്കുന്നത് എന്ന് പറയും. എന്നിട്ട് ആ ആത്മാവിനെ ഇവിടെ വീണ്ടും ഞാൻ പറയുകയാണ്. സർവാണി ഭൂതാനി സർവേ ദേവാഹ സർവേ ലോകാഹ സർവേ പ്രാണാഹ സർവം ഏത ആത്മനഃ സമർപ്പിതാഹ. നമ്മൾ കണ്ടതാണ്, എഴുതിക്കോളൂ. ബൃഹദാരണ്യക ഉപനിഷത്ത് 2.1.20 അതേ കാര്യം ആവർത്തിക്കുകയാണ്. 2.1.20 2.1.20 2-ാം അധ്യായം 1-ാം ബ്രാഹ്മണം അജാതശത്രു ബ്രാഹ്മണം, 2-ാം അധ്യായം ബ്രഹ്മവിദ്യാപ്രകരണം, 1-ാം ബ്രാഹ്മണം 20-ാം മന്ത്രം അല്ലേ? 2.1.20 എന്ന് പറയുമ്പോൾ ഇത് ഏതാണെന്ന് കത്തണം. നമ്മൾ പഠിച്ചത് കൊണ്ട് ഓർമ്മ വരണം ഇതേതാണ്. അജാതശത്രു ബ്രാഹ്മണം അല്ലേ? 1-ാം ബ്രാഹ്മണം അവിടെ പറഞ്ഞതാണ്. അതേ കാര്യം തന്നെ ആവർത്തിക്കുകയാണ്. അപ്പം ഇത് 1 മുതൽ 6 വരെയുള്ള ബ്രാഹ്മണം അല്ലെങ്കിൽ ബ്രഹ്മവിദ്യാപ്രകരണം മുഴുവൻ 6 ബ്രാഹ്മണങ്ങളിലായി തരംതിരിച്ചിരിക്കുന്നത് നമ്മളുടെ എളുപ്പത്തിന് വേണ്ടിയാണ്. കാരണം ഓരോ ബ്രാഹ്മണങ്ങളിലും ഓരോ കഥാപാത്രങ്ങൾ ഗുരുവായി മറ്റൊരു കഥാപാത്രമായ ശിഷ്യന് ഉപദേശിക്കുന്നെന്ന്. ആ കഥാപാത്രങ്ങൾ മാറുന്നേ ഉള്ളൂ, അവർ ഉപദേശിക്കുന്ന തത്വത്തിനൊരു മാറ്റവും ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ ആവർത്തിക്കുന്നത്. എന്താണോ അജാതശത്രു ഗാർഗ്യൻ ഉപദേശിച്ചത് അത് തന്നെ ഇവിടെ അശ്വിനി കുമാരന്മാർക്ക് അഥർവണ മഹർഷി ഉപദേശിക്കുകയാണ്. എങ്ങനെയാണ് ഞാൻ നമ്മളോട് സംസാരിക്കുന്നത്? ഞാൻ സർവാണി ഭൂതാനി സർവേ ദേവാഹ സർവേ ലോകാഹ, അതായത് എല്ലാ ലോകത്തുമുള്ള ജീവരാശികളും എല്ലാ ദേവതകളും എല്ലാ ലോകങ്ങളും അതിലെല്ലാം വ്യാപിച്ചിരിക്കുന്ന എല്ലാ പ്രാണനും അല്ലേ? പരമാത്മാവ് പ്രാണരൂപത്തിൽ ഇവയിലെല്ലാം വ്യാപിച്ചിരിക്കുന്നു. സർവമേതത് ആത്മനഃ സമർപ്പിതാഹ. ഇവിടെ ആത്മനഃ എന്ന് വെച്ചാൽ പരമാത്മനഃ. സർവമേത ഇവയെല്ലാം ഈ ലോകങ്ങളിലുള്ള ദേവതകളായിക്കോട്ടെ, ലോകപാലകരായിക്കോട്ടെ അല്ലേ, ഗന്ധർവരായിക്കോട്ടെ, അപ്സരസ്സുകളായിക്കോട്ടെ, വൈദ്യരായിക്കോട്ടെ, മനുഷ്യരായിക്കോട്ടെ, ഏത് ജീവരാശികളായിക്കോട്ടെ, അവ ഏത് ലോകങ്ങളിലും ആയിക്കോട്ടെ, അവയിലെല്ലാം കുടികൊള്ളുന്ന സർവേ പ്രാണാഹ, അവയിലെല്ലാം എല്ലാ പ്രാണികളിലും ജീവരാശികളിലും കുടികൊള്ളുന്ന പ്രാണതത്വം പരമാത്മതത്വം ഒന്ന് തന്നെയാണ്. അവയെല്ലാം സമർപ്പിതമായിരിക്കുന്നത്. ഇവിടെ സമർപ്പിത എന്ന് വെച്ചാൽ നിലനിൽക്കുക എന്നാണ് കേട്ടോ. അവയെല്ലാം നിലനിൽക്കുന്നത് ആ ആത്മനഃ പരമാത്മാവിലാകുന്നു എന്ന് ജ്ഞാനി പറയുകയാണ്. ഇതാണ് ജ്ഞാനിയുടെ എന്താ പറയുക ഭാഷ അല്ലെങ്കിൽ ജ്ഞാനിയുടെ വർണ്ണന നമ്മളോട് പറയുകയാണ്. അപ്പം നമ്മൾ മനസ്സിലിങ്ങനെ ഭാവന ചെയ്യണം. അശ്വിനി കുമാരന്മാരോട് അഥർവണ മഹർഷി ഉപദേശിക്കുന്നു.
എന്നിട്ട് പറയുകയാണ്, ആരാണോ അഥർവണ മഹർഷി പറഞ്ഞതുപോലെയുള്ള നിഷ്ഠയോടുകൂടിയുള്ള സാധന അനുഷ്ഠിക്കുന്നത് അവർ എവിടെയെത്തും? ജീവൻ മുക്ത അവസ്ഥയിലെത്തും, സർവാത്മഭാവം എന്ന അവസ്ഥയിലെത്തും. ആ സർവാത്മഭാവം തന്നെയാണ് ജീവൻ മുക്തി. അവർക്കൊരു പുനരാവൃത്തി ഉണ്ടാവില്ല, അല്ലേ? ആ ജീവൻ മുക്തൻ നമ്മളോട് പറയുകയാണ്, ഞാൻ എങ്ങനെ ജീവൻ മുക്തനായി എന്ന് സംസാരിക്കുകയാണ് 15ാമത്തെ മന്ത്രത്തിൽ. ഞാൻ എല്ലാറ്റിലും പരമാത്മാവിനെ മാത്രമേ കാണുന്നുള്ളൂ, എല്ലാറ്റിനും അധിപതി പരമാത്മാവാണ്, എല്ലാറ്റിലും കുടികൊള്ളുന്ന ചൈതന്യ സ്വരൂപൻ പരമാത്മാവാണ്. ചൈതന്യ സ്വരൂപനെ ഞാൻ രാജ എന്ന് വിളിക്കുന്നു. അതിലും അപ്പുറത്തായി ഒരു രാജാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് ഇതൊക്കെ വിശേഷിപ്പിക്കുകയാണ്. ആ രാജാ, നമ്മൾ ഭഗവാനെ വിശേഷിപ്പിക്കില്ലേ, അല്ലേ? ഓരോ സന്ദർഭങ്ങളിലും ഓരോ വിശേഷണങ്ങൾ നമ്മൾ കൊടുക്കാറില്ലേ? അതുപോലെ ഇവിടെ ജ്ഞാനിയും തൻ്റെ ആനന്ദം കൊണ്ട് വിശേഷിപ്പിക്കുകയാണ്. ഞാൻ എങ്ങനെ ഈ ജീവൻ മുക്തിയിലെത്തി, അല്ലെ ആനന്ദാവസ്ഥയിലെത്തി? ഞാൻ പരമാത്മാവിനെ അല്ലാതെ മറ്റൊന്നിനെയും കാണുന്നില്ല. എങ്ങനെ ഞാൻ ഇതിലെത്തി? എങ്ങനെയാണോ ആരക്കാലുകൾ ആ രഥനാഭിയിൽ സമർപ്പിതമായിരിക്കുന്ന അതുപോലെ പരമാത്മാവിൽ എല്ലാ ജീവരാശികളും സമർപ്പിതമായി എന്നുള്ള ദൃഢബോധത്തിൽ ഞാൻ എത്തി. അങ്ങനെയാണ് ഞാൻ ജ്ഞാനിയായത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് 15ാമത്തെ മന്ത്രം. അപ്പോൾ ഇതെന്തിനു വേണ്ടി നമ്മളോട് ജ്ഞാനി സംസാരിക്കുന്ന രീതിയിൽ 15ാമത്തെ മന്ത്രം യാജ്ഞവൽക്യ മഹർഷി പറയുന്നു എന്ന് വെച്ചാൽ, നമ്മൾക്കും ജ്ഞാനിയാകാൻ സാധിക്കും. എങ്ങനെ? സാധനകളിലൂടെ. എല്ലാറ്റിലും ഈശ്വരനെ കാണുക, സർവാത്മഭാവം വളർത്തിയെടുത്താൽ നമ്മൾക്കും ജീവൻ മുക്തി എന്നത് സുനിശ്ചിതമാണ് എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയാണ് 15ാമത്തെ മന്ത്രം. ഒന്നുകൂടെ പറയാം, ജ്ഞാനിയുടെ അവസ്ഥയാണ് 15ാമത്തെ മന്ത്രം. എങ്ങനെ ജ്ഞാനിയായി അഥർവണ മഹർഷി അശ്വിനികുമാരന്മാർക്ക് പറഞ്ഞു കൊടുത്ത ആ സർവാത്മഭാവ സാധനയിലൂടെ, നിഷ്ഠയായ സാധനയിലൂടെ ജ്ഞാനിയാകും. ആ ജ്ഞാനി പറയുകയാണ്, ഞാൻ ഈശ്വരനെ അല്ലാതെ മറ്റൊന്നിനെയും കാണുന്നില്ല എന്ന് പറഞ്ഞു. നമുക്ക് അടുത്ത മന്ത്രം ജസ്റ്റ് ഒന്ന് പറയാം, വ്യാഖ്യാനം നമുക്ക് നാളെ കാണാം. ഇത്രയും മാത്രം എഴുതിയാൽ മതി. ഇനി നമ്മൾ 16 മുതൽ 19 വരെയുള്ള മന്ത്രങ്ങൾ അപവാദ പ്രക്രിയ. ഇപ്പോൾ ഒരു ടോപ്പിക്ക് കഴിഞ്ഞു. എല്ലാറ്റിലും ഈശ്വരനെ കാണും, സൃഷ്ടിയുണ്ട്, എല്ലാറ്റിലും കുടികൊള്ളുന്നത് ഈശ്വരനാണ് എന്ന് നിഷ്ഠയോടുകൂടി സാധനയിലൂടെ ഉറപ്പിക്കൂ എന്ന് പറഞ്ഞു. ഒരു ടോപ്പിക്ക് കഴിഞ്ഞു. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് പോവുകയാണ്, അപവാദ പ്രക്രിയ. 16 മുതൽ 19 വരെയുള്ള മന്ത്രം, അതായത് ഈ ബ്രാഹ്മണ അവസാനിക്കുന്നത് വരെ 16 മുതൽ 19 വരെയുള്ള മന്ത്രം. ഇനിയാണ് ഈ കഥാപാത്രങ്ങളൊക്കെ വരുന്നത്. നമ്മൾ അഥർവണ മഹർഷിയെക്കുറിച്ച് പറഞ്ഞല്ലോ, അശ്വിനി കുമാരന്മാർക്ക് ഉപദേശിക്കുകയാണെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഇനിയാണ് ആ ടോപ്പിക്കുകൾ വരുന്നത്. ഇനി 16 മുതൽ 19 വരെ അപവാദ പ്രക്രിയ. എന്താണ്? ജഗത്ത് മിഥ്യാത്വ വർണ്ണന. ജഗത്ത് എന്നത് ശാശ്വതമല്ല എന്ന് വർണ്ണിക്കുകയാണ്. വർണ്ണിക്കുക എന്ന് വെച്ചാൽ എന്താണ്? ആവർത്തന ഉപദേശം എന്നാണ് വർണ്ണന എന്ന വാക്കിൻ്റെ അർത്ഥം, അല്ലേ? ജഗത്ത് മിഥ്യയാണ്, നശ്വരമാണ് എന്ന് ആവർത്തിച്ച് ഉപദേശിച്ചു തരികയാണ് ചെയ്യുന്നത്. ഇനി 16, 17, 18, 19 4 മന്ത്രങ്ങൾ കഥകളിലൂടെയാണ് പോകുന്നത്. അപ്പോഴാണ് അഥർവണ മഹർഷിയും അശ്വിനി കുമാരന്മാരൊക്കെ വരുന്നത്. നമുക്ക് ആ കഥ നാളെ കാണാം. ഒരു കാര്യം കൂടി എഴുതിക്കോളൂ, 16, 17 മന്ത്രം. 16, 17 മന്ത്രം മധുവിദ്യാസ്തുതി. മധുവിദ്യാസ്തുതി, മധുവിദ്യയെ സ്തുതിക്കുകയാണ്. മധുവിദ്യാസ്തുതി എന്ത്? 16, 17 മന്ത്രം. അതിൽ 4 പോയിന്റ് ഉണ്ട്. ഒന്നാമത്തെ പോയിന്റ് മധുവിദ്യാസ്തുതി എന്ന് എഴുതുക. മന്ത്രം 16, 17, 16 and 17 മധുവിദ്യാസ്തുതി.
അണ്ടർലൈൻ ചെയ്യുക. എന്നിട്ട് നമ്പർ 1 എന്തൊക്കെ സ്തുതികളാണ് ഒന്ന് പോയിന്റ് മാത്രം എഴുതുക. വ്യാഖ്യാനം നമുക്ക് നാളെ കാണാം. ഇന്ദ്രേണ രക്ഷിത വിദ്യ. ഇന്ദ്രേണ, ഇന്ദ്രൻ എന്ന് വെച്ചാൽ ദേവേന്ദ്രൻ. ഇന്ദ്രേണ രക്ഷിത വിദ്യ. ഇന്ദ്രേണ രക്ഷിത വിദ്യ. അതിൻ്റെ അർത്ഥം ഇന്ദ്രനാൽ രക്ഷിക്കപ്പെട്ടതാകുന്നു ഈ വിദ്യ. ഇന്ദ്രൻ ആരെന്നൊക്കെ നമ്മൾ കഥയിലേക്ക് വരുമ്പം പഠിക്കുക കേട്ടോ. ജസ്റ്റ് ഇത് മാത്രം എഴുതുക. ഇന്ദ്രനാൽ രക്ഷിത എന്ന് വെച്ചാൽ രക്ഷിക്കപ്പെട്ട. ഇന്ദ്രനാൽ രക്ഷിക്കപ്പെട്ടതാകുന്നു ഈ വിദ്യ. ഏത് വിദ്യ? മധുവിദ്യ. ബ്രാക്കറ്റിൽ എഴുതിക്കോളൂ. അർഹതയുള്ളവർക്ക് മാത്രമേ ഈ വിദ്യ നൽകാവൂ. അനർഹർക്ക് വിദ്യ നൽകരുത്. അനർഹർക്ക് വിദ്യ നൽകരുത് എന്ന ഇന്ദ്രന്റെ നിർദ്ദേശം. അതാണ് കഥ. അർഹതയുള്ളവർക്ക് ഈ വിദ്യ നൽകാവൂ, അനർഹർക്ക് നൽകരുത് എന്ന ഇന്ദ്രന്റെ ഉപദേശം. അതാണ് ഇന്ദ്രേണ രക്ഷിത വിദ്യ എന്ന് പറയുന്നത്. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്. ഇനി നമ്പർ 2 ഇടുക. 1, 2. ദുഷ്പ്രാപാദ് വിദ്യ. ദുഷ്പ്രാപാദ് വിദ്യ. ദുഷ്പ്രാപാദ് വിദ്യ. വളരെ പരിശ്രമിച്ചു വേണം ബ്രഹ്മവിദ്യ നേടിയെടുക്കേണ്ടത്. അതായത് വെറുതെ കിട്ടില്ലെന്ന്, എളുപ്പമല്ലാന്ന്. അതാണ് ദുഷ്പ്രാപാദ്. എല്ലായിടത്തും പുസ്തകം ഉണ്ടാകാം, അനേകം വ്യാഖ്യാനങ്ങളുണ്ടാകാം, എല്ലാം ഉണ്ടാകാം. പക്ഷെ ഫലം ഉണ്ടാവില്ല. അതിനെന്ത് ചെയ്യണം? പരിശ്രമം. അതാണ് ഇനി കഥയിലൂടെ പറയുന്നത്. അതിൽ ഇന്ദ്രനുണ്ട്, അഥർവണ മഹർഷി, അശ്വിനികുമാരന്, പിന്നെ ഭഗവാൻ നാരായണനൊക്കെ വരുന്നുണ്ട്. അപ്പം അവരൊക്കെ ഉള്ള കഥയിൽ ഇതാണ് മെയിനായിട്ട് ആ കഥയുടെ താല്പര്യം. എന്ത്? ദുഷ്പ്രാപാദ വിദ്യ. ഇനി മൂന്നാമത്തെ പോയിന്റ്. കർമ്മനിരപേക്ഷാ വിദ്യ. കർമ്മനിരപേക്ഷാ വിദ്യ. കർമ്മനിരപേക്ഷാ വിദ്യ. അതായത് വിത്തത്തിനാൽ നേടിയെടുക്കുവാൻ സാധ്യമല്ല. വിത്തം എന്ന് വെച്ചാൽ പണം കൊടുത്ത്, പൈസ കൊടുത്ത് കിട്ടുന്നതല്ലെന്ന്. അതാണ് കർമ്മം എന്ന വാക്കിൻ്റെ അർത്ഥം ഇവിടെ വിത്തം എന്നാണ്, അല്ലാണ്ട് ജോലി എന്നുള്ള അർത്ഥമല്ല. കർമ്മനിരപേക്ഷ എന്ന് വെച്ചാൽ വിത്തത്തിനാൽ നേടിയെടുക്കുവാൻ സാധിക്കുന്നതല്ല, അങ്ങനെ ചെയ്യരുതേ എന്ന്. അതിന് ഫലം ഉണ്ടാവില്ല. നമുക്ക് പഠിപ്പിക്കാം, പക്ഷെ മോക്ഷമെന്ന ഫലം കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യരുത് അല്ലേ എന്ന് പറയുകയാണ്. കർമ്മനിരപേക്ഷ വിദ്യ. ഇനി അവസാനത്തെ പോയിന്റ്, 4ാമത്തെ പോയിന്റ്. ആത്മരതിഹേതുഹു വിദ്യ. ആത്മരതിഹേതുഹു വിദ്യ. ആത്മരതിഹേതുഹു വിദ്യ. ആത്മരതിക്കായി വേണം ബ്രഹ്മവിദ്യയെ നേടേണ്ടത്. ആത്മരതി എന്ന് വെച്ചാൽ ജീവൻ മുക്തി. ആത്മരതി എന്ന വാക്കിൻ്റെ അർത്ഥം ജീവൻ മുക്തി, തൃപ്തി എന്നുള്ള അർത്ഥമാണ്. ജീവൻ മുക്തിക്ക് വേണ്ടി മാത്രമേ ഇത് പഠിക്കാവുള്ളൂ. മോക്ഷത്തിന് വേണ്ടി മാത്രമേ ബ്രഹ്മവിദ്യ അധ്യയനം ചെയ്യാവുള്ളൂ, അധ്യാപനം ചെയ്യാവുള്ളൂ.
മറ്റൊന്നിനും വേണ്ടി ചെയ്താൽ ബ്രഹ്മഹത്യാപാപമുണ്ടാകും. അനേകം ജന്മങ്ങൾ നമ്മൾ ദുഃഖം അനുഭവിക്കേണ്ടി വരും. ഇതാണ് 4 പോയിന്റ്. നമുക്ക് വ്യാഖ്യാനം വിസ്തരിച്ച് നാളെ തൊട്ട് കാണാം. കഥകളിലൂടെ നമുക്ക് പോകാം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംവൃതായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരിഃ ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം.